അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റ് സഹോദര സുഹൃത്തുക്കൾക്ക് അഭിവാദ്യം. പ്രവാസി കൂട്ടായ്മ വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പ്രവാസികൾക്കായിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സമയത്തും നമ്മളത് അറിയാറില്ല എന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പരിപാടിക്ക് എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ അപ്പോഴാണ് എന്നെ വിളിച്ചത്. അതിനുള്ള നന്ദി അദ്ദേഹത്തെ രേഖപ്പെടുത്തുകയാണ്. മറ്റെല്ലാ കൂട്ടായ്മയുടെ നേതാക്കളെയും പ്രിയപ്പെട്ടവരെയും പരിപാടി പങ്കെടുത്തവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവാസികൾ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ രണ്ട് വിഭാഗമാണ്. അതിലൊന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നവർ, രണ്ടാമത്തത് ശിഷ്ടകാലം നാട്ടിലെത്തി ഇവിടെ ജീവിക്കുന്ന പ്രവാസികൾ. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉള്ളത് നാട്ടിലുള്ള പ്രവാസികൾക്കാണ്. 60 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ആരോഗ്യസ്ഥിതി, തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത്, വീട്ടിലുള്ള അവസ്ഥകൾ, സമ്പാദ്യമില്ലാത്തത്, സമ്പാദിക്കണമെന്ന് പ്രവാസിയായ സമയത്ത് തോന്നാത്തത്, അങ്ങനത്തെ ഒരുപാട് മാനസിക പ്രയാസത്താൽ ബുദ്ധിമുട്ടുന്നവരാണ് തിരിച്ചു വന്ന പ്രവാസികൾ. അവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രയാസം അനുഭവിക്കുക അല്ലെ മനസ്സിലാക്കുക ഈ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പൊ നമ്മൾ എന്തും വിദേശത്തുള്ളവർ നിങ്ങൾ കുറച്ച് സമ്പാദിക്കണം, വീട്ടുകാരറിയാതെ കുറച്ച് ശേഖരിച്ചു വെക്കണം, നമ്മൾക്ക് പ്രായമാകുന്ന സമയത്ത് മക്കളുടെ ആശ്രയം ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള സംവിധാനം എടുക്കണം എന്നൊക്കെ പല ഘട്ടങ്ങളിലും പറയാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കത് പ്രവാസിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത് നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതങ്ങോട്ട് യേശൂല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അനുഭവത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാം. അപ്പൊ ഇതിൽ നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് പദ്ധതികൾ വ്യത്യസ്തമായിരിക്കുന്ന കാലങ്ങളിലും സമയങ്ങളിലും എല്ലാ സർക്കാരുകളും നടപ്പിലാക്കാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. ഓരോ വർഷത്തിലുള്ള ബജറ്റിൽ അത് പ്രത്യേകമായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അത് അറിയുന്നില്ല, അറിയുന്നവരത് ശ്രദ്ധിക്കുന്നില്ല, അവിടേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെ സഹായിക്കാത്തത് കൊണ്ടല്ല. വർഷാന്തം കോടിക്കണക്കിന് രൂപ, 1 കോടി 50 ലക്ഷം അല്ലെങ്കിൽ 3 കോടി 4 കോടി ഈ തരത്തിൽ ബജറ്റിൽ പാസ്സാക്കിയിട്ട് 30-35% പണവും സർക്കാരിലേക്ക് തിരിച്ചു പോകുന്ന സ്ഥിതിയാണ് പ്രവാസികളുടെ ബജറ്റുമായിട്ട് ഉണ്ടാവാറുള്ളത്. അത് മറ്റ് വേറെ ഒരു കാര്യത്തിനും, വിദ്യാഭ്യാസ, സാമൂഹ്യ, റോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യത്തിനും ഗവൺമെന്റ് അത്തരം പണം ചെലവാക്കിയാൽ അല്ലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് തികയാത്ത പ്രശ്നമില്ല. പ്രവാസികൾക്കാണെങ്കിൽ എന്തുണ്ടാവും, അത് പരീക്ഷ ബാക്കിയായിട്ട് വരും. കാര്യം ആരും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ സമയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ അതില് പ്രവാസി പെൻഷനാണ്. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് സർക്കാർ തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ 3000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അംശാദായം അടക്കുന്നതിന്റെ സംഖ്യ കൂടുന്നുണ്ടെങ്കിൽ ഈ 3000 അതിലേക്കാണ് കൂടുതൽ സംഖ്യയായി വരും. 7000, 8000 അതിനടുത്തോളം വരുന്ന പരിപാടിയുണ്ട്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 2 വർഷം വിദേശത്ത് ജോലി ചെയ്തിരിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഈ പെൻഷൻ ആനുകൂല്യം ലഭ്യമാണെന്നാണ്. നമ്മൾക്ക് അതിൻ്റെതായിരിക്കുന്ന കുറച്ച് ഫോം കാര്യങ്ങളുണ്ട്. അത് ഫില്ല് ചെയ്ത് നമ്മൾ അക്ഷയ മുഖാന്തരം ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിരിക്കുന്ന പ്രവർത്തനമാണ്. അത് ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണം. ചെയ്തവരാരെങ്കിലും കൂടുതലുണ്ട്, അങ്ങനെ പെൻഷൻ കിട്ടുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രയാസമാണ്. ഇതിനു മുമ്പ് മാനവത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയുടെ സമയത്ത് നമ്മൾ കുറെ ആൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സംശയമൊക്കെ കിട്ടിയില്ലേ? മുമ്പ് ചെയ്തു കൊടുത്ത അപ്പൊ അത് നമ്മൾ മുമ്പ് വലിയ വിപുലമായ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർക്ക് നമ്മൾ സഹായിക്കാം. നിങ്ങൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് സഹായിക്കാം. അതിന്റെ ഈ രീതി എന്ന് പറഞ്ഞാൽ 5 വർഷം ഗവൺമെന്റിലേക്ക് നമ്മൾ അംശാദായം മാസാന്തം 200 രൂപ വെച്ച് അടയ്ക്കാം. അതാണ് അതിന്റെ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യം. അത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ചെയ്യാം. 5 വർഷം എന്ന് പറയുന്ന സമയത്ത് 55 വയസ്സായ ഒരു വ്യക്തി 5 വർഷം സമയത്ത് 60 വയസ്സ് വരെ അടിച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് മുതൽ പെൻഷൻ കിട്ടി തുടങ്ങും. 60 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 5 വർഷം അടിച്ചു കഴിഞ്ഞാൽ 65-ാമത്തെ വയസ്സ് മുതൽ പെൻഷൻ കിട്ടി തുടങ്ങും. 40 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 60 വയസ്സ് വരെ അടക്കണം. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ പെൻഷൻ ഇരട്ടിക്കുകയും കൂടുതൽ സംഖ്യ നമ്മൾക്ക് അടച്ച പെൻഷന് ആനുപാതികമായിട്ട് കിട്ടുകയും ചെയ്യും. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഈ പെൻഷനിൽ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. നാട്ടിലുള്ളവർ 200 രൂപ, വിദേശത്തുള്ളവർ 300 രൂപ. ഈ 300 രൂപ എന്ന് പറയുന്ന സമയത്ത് 6 മാസത്തേക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ടും അങ്ങോട്ടും നീക്കാൻ വേണ്ടി പറ്റും.
ഒരു 5 മാസം കൊടുക്കഴിഞ്ഞാൽ ആ കഴിഞ്ഞ 5 മാസം കൊടുക്കുക, വരാൻ പോകുന്ന 6 മാസം കൊടുക്കുക. ആ രീതി വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ്, പരിപാടികളാണ്. അത് ചെയ്യാതിരിക്കുന്ന സമയത്തോ ഇപ്പൊ നമുക്ക് സർക്കാർ തലത്തിൽ 1500, 2000 രൂപ പെൻഷൻ കിട്ടുന്നത് നമുക്ക് 3000, അതായത് ശിഷ്ടകാലം 60 വയസ്സ് കഴിഞ്ഞാൽ വലിയ പ്രയാസം ബുദ്ധിമുട്ടുമായിട്ട് വരും. ആരെ ആശ്രയിക്കാത്ത എന്തെങ്കിലും ഒരു പരിധി വരെ മരുന്നെങ്കിലും വാങ്ങാൻ വേണ്ടി ഇത് വലിയ രീതിയിൽ ഉപകരിക്കും. അതാണ് ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് പറയണം, നമ്മളെല്ലാവരും സഹായം ചെയ്തരും, നിങ്ങളത് വാങ്ങൽ നിർബന്ധമാണ്. കാര്യം സർക്കാരിലേക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പണങ്ങൾ തിരിച്ച് സർക്കാരിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് പ്രവാസികളുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പണം സർക്കാരിന്റെ കയ്യിൽ അത് തരാൻ തയ്യാറാണ്, നമ്മളത് വാങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് ചുരുക്കം. ഇനി നമ്മൾ ഈ സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ബിസിനസ്സോ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തുടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്ത് സഹായം ഉണ്ടാവും. ഒരു പരിധി വരെ ബാങ്ക് ലോണാണ് കിട്ടുക, ബാങ്ക് നമ്മൾ ആധാര രേഖകളൊക്കെ വെച്ചിട്ടാണ് കിട്ടുക. പക്ഷേ അതിന് സബ്സിഡി അതിന്റെ ഒരു 15% അല്ലെ 12% നമ്മൾ എന്ത് ബിസിനസ് ആണ് തുടങ്ങുന്നത് അതിന്റെ വിഹിതം വെച്ചിട്ട് അല്ലെ ശതമാനം കൂട്ടിയിട്ട് അത് നോർക്കെ അടക്കുന്നതാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 3%, 4% മാത്രമേ അടവുകൾ കൃത്യമാണെങ്കിൽ നമ്മൾ അടക്കേണ്ടതുള്ളൂ, അവിടേക്ക് എത്തിച്ചു തരും. ആ ഒരു കാര്യം എല്ലാം ശ്രദ്ധിക്കണം. സ്വയം തൊഴിലുമാണ് വല്ലാത്ത ബുദ്ധിമുട്ടായ സമയത്ത് 2 തരത്തിൽ ഈ സ്വയം തൊഴിലുണ്ട്. ഒന്ന്, നമ്മുടെ ഈ 2 ലക്ഷം രൂപ വരെ പലിശ ഒന്നും ഇല്ലാത്ത രീതിയിൽ കുടുംബശ്രീ മുഖാന്തരം, ഇവിടെ കുടുംബശ്രീ ഉണ്ടാവുമല്ലോ, അത് മുഖാന്തരം പണം കിട്ടുന്ന ഒരു പരിപാടി. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഈട് വെക്കേണ്ട രേഖകൾ ഈട് വെക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ രേഖകൾ ഒരുപാട് കുറവാണ്. അതിന് കുടുംബശ്രീയിൽ അംഗത്വമുള്ള ഒരു വ്യക്തി ആവണം, ആ വ്യക്തിയിൽ ആരെങ്കിലും ഒരാൾ പ്രവാസി ആവണം, അങ്ങനെയാണ് അതിന്റെ കണക്ക്. പ്രവാസി കുടുംബശ്രീ എന്നല്ല, കുടുംബശ്രീ വ്യക്തിയുടെ ആരെങ്കിലും ഒരു ബന്ധുക്കൾ, ഭാര്യ, കുട്ടികൾ, മോള്, മരുമോള് ആരെങ്കിലും ഒരാൾ കുടുംബശ്രീയിൽ അംഗത്വം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ പലിശ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ലോൺ കിട്ടുന്നതാണ്. അത് കോവിഡ് കാലത്താണ് അത് പ്രഖ്യാപിച്ചത്. 10-30 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കുറഞ്ഞൊരു ശതമാനം മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. കാര്യം ഈ വിവരങ്ങളൊന്നും ആരിലേക്കും എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, എത്തിച്ചവർ തന്നെ അതത് ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. മുനിസിപ്പാലിറ്റിയായിട്ട് ഇതിന് മുൻപ് വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നിന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബശ്രീയിൽ അംഗത്വം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പണം ഇപ്പോൾ നിലവിലുണ്ട് ചുരുക്കത്തിൽ. പിന്നെ അതിൽ പറയുന്ന കാര്യം, ഒരുപാട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഇതിൽ പറയുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നാൽ നമ്മൾക്ക് നമ്മുടെ തൊഴിലുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഈ സോഡ ഉണ്ടാക്കുന്ന പ്രവർത്തനം, സോഡ സാധാരണ ഉണ്ടാക്കുന്നില്ല, സോഡ, സോഫ മേക്കർ, ഡോർ നിർമ്മാണം, ടിഷ്യൂ പേപ്പർ നിർമ്മാണം, ഇന്റർലോക്ക്, ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷൻ, അതിപ്പോ എല്ലായിടത്തും വന്നിട്ടുണ്ട് വ്യാപകമായിട്ട് രീതിയിൽ. ഹോം സ്റ്റേ, മെസ്സാജ് സെന്റർ, കാർ വാഷ്, പുകപരിശോധന കേന്ദ്രം, സെറ്റി നഴ്സറി, വയ്യോര ഫുഡ്, സൂപ്പർ മാർക്കറ്റ്, ബെഡ്ഷീറ്റ് യൂണിറ്റ്. ആ ബെഡ്ഷീറ്റ് ഒന്നായിട്ട് വാങ്ങിയിട്ട് വിൽപ്പന നടക്കുക. നമ്മൾ അവിടുത്തെ നിന്ന് ഒന്നായിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന പരിപാടി. പിന്നെ കുട, ബാഗ് നിർമ്മാണങ്ങൾ, കോഴി ഫാം, ആട് ഫാം, കാട ഫാം, പന്നി ഫാം, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഇതിലില്ലാത്ത ഏകദേശം ഒരു 120ഓളം ഇത്തരം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ ലിസ്റ്റ് നോർക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനും അപ്പുറം ഉണ്ടെങ്കിലോ അത് അവർ ചെയ്യാൻ തയ്യാറാണ്. ഇതിന് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ അക്ഷയ വഴി, ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നമുക്ക് ഫോണിൽ കൂടെ അപേക്ഷിക്കാം, ഓൺലൈൻ വഴി അപേക്ഷിക്കാം, അക്ഷയ ആശ്രയിക്കുകയും ചെയ്യാം. 2 വർഷം വിദേശത്ത് ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിന്റെ നിബന്ധന. അപ്പൊ അതിന്റെ പാസ്പോർട്ട് ഉണ്ടാവും, വിസ അടിച്ച കോപ്പികൾ ഉണ്ടാവും, അവിടെ ഈ ഐഡന്റിറ്റി കാർഡ് അല്ലെ ആധാർ കാർഡ്, ഇതുണ്ടാവും, ഈ അക്കാമ അതുപോലെയുള്ള ഒരു പ്രൂഫുകൾ, ലൈസൻസ്, അവിടുത്തെ ലൈസൻസ് കാര്യങ്ങളുള്ള ഒരു രേഖ, നമ്മൾ അവിടെ ജോലി ചെയ്തിട്ടുള്ളത് പ്രൂഫ് ചെയ്യുന്ന രേഖകളാണ്. പിന്നെ ഇവിടുത്തെ ആധാർ കാർഡ്, ഇവിടുത്തെ റേഷൻ കാർഡ് തുടങ്ങിയിരിക്കുന്ന രേഖകൾ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഇവരെ, അതായത് അപേക്ഷകരെ നോർക്ക അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കും. അതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 മാസം മുതൽ 2 മാസത്തിന്റെ ഇടയിൽ നിങ്ങളെ നോർക്കയിലേക്ക് വിളിപ്പിച്ചിട്ട് നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് എത്രത്തോളം നൈപുണ്യം ഉണ്ട് എന്ന് പരിശോധിക്കും. നമ്മളിപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ആ ഡ്രൈവ് നമ്മൾ അറിയണം. നമ്മൾ വേറെ എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന ആൾ നമ്മൾ തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിലും നമ്മൾക്ക് ആ തൊഴിൽ അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ നമ്മൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ തെങ്ങുമൽ കയറാണെങ്കിൽ അതിന്റെ മെഷീൻ അവിടെ കൊടുക്കും. ആ രീതിയിലുള്ള എല്ലാ സംവിധാനം നമ്മൾക്ക് തൊഴിൽ അറിയെങ്കിൽ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവരെന്ത് ചെയ്യും, നമുക്ക് പറഞ്ഞു തരും. അപ്പൊ
വിവരങ്ങൾ നമ്മളോട് ചോദിക്കും. ആ കാര്യത്തിൽ നമ്മൾ അഭിമുഖം നടത്തിയതിന് ശേഷം ഇതേ പ്രവാസിയാണെന്നും ഈ പണത്തിന് യോഗ്യനാണ് എന്നും കാണിച്ചിട്ട് അത് ലെറ്റർ ബേഡ്, നോർക്കയുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് നോർക്കെ പ്രവർത്തിക്കുന്നത്, ആ നോർക്കയുടെ ലെറ്റർ ബേഡ് നമുക്ക് ഒരു കോപ്പി തരും. ഒരു കോപ്പി നമ്മൾ എവിടെ നിന്നാണോ ലോൺ എടുക്കുന്നത് ആ ബാങ്കിലേക്കും കൊടുക്കും. നിലവിൽ കൊടുകൊണ്ടുള്ള എല്ലാ ബാങ്കിലും, കോപ്പറേറ്റീവ് ബാങ്ക് വെച്ച് ബാക്കി എല്ലാ ബാങ്കിലും ഈ ലോണുണ്ട്. നമ്മുടെ കേരളാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം ഈ 200 വ്യത്യസ്ത ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്ക് അടക്കം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ബാങ്കിന് ആശ്രയിക്കേണ്ട കാര്യം സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും കാനറ ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും അവിടെയൊക്കെ കിട്ടുന്നതാണ്. അവിടേക്ക് എന്ത് ചെയ്യും, ഇതേ പ്രവാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പേഡ് അയച്ചു കൊടുക്കും, തരും. എന്നിട്ട് നിങ്ങൾ മാനേജറുമായിട്ട് കണ്ട് സംസാരിച്ചിട്ട് അതിന്റെ ഈട് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു കഴിഞ്ഞാൽ, അവർ 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം ലോണ് നമുക്ക് സെൻസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 15% അല്ലെങ്കിൽ 20% ഇൻട്രസ്റ്റ് എങ്കിൽ, നമ്മുടെ അടവുകൾ തെറ്റിയിട്ടില്ലെങ്കിൽ, തെറ്റാൻ പാടില്ല എന്നുള്ള നിയമമാണ്, തെറ്റിയിട്ടില്ലെങ്കിൽ 15% നോർക്കെ ഈ പലിശ അടക്കും. അപ്പൊ നമ്മൾ അതിൽ 5% മാത്രമേ പലിശ അടക്കേണ്ടി. ലോൺ തെറ്റിക്കഴിഞ്ഞാൽ ഈ 15% നമുക്ക് കിട്ടൂല, നമ്മൾ ഫുൾ അടക്കേണ്ടി വരും. ലോൺ തെറ്റാത്ത രീതിയിൽ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞൊരു ഇൻട്രസ്റ്റിൽ നമുക്കൊരു ജീവിതം തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി, മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് ഉറപ്പാണ്. അതാണ് അതിലുള്ളത്. പിന്നെ മറ്റ് സഹായങ്ങൾ ഇതൊക്കെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകാം, വിശദീകരിക്കാൻ പോകുന്ന സമയത്തേക്ക് നമുക്കൊരു ദിവസം മതിയാവില്ല. പിന്നെ വിദ്യാഭ്യാസ ലോൺ, ഡിഗ്രി അടക്കമുള്ള ഡിഗ്രിയുടെ മേലെ വിദ്യാഭ്യാസം പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു നിശ്ചിത സംഖ്യ ലോണായിട്ട് കിട്ടുന്നുണ്ട്. ആ സംഖ്യ നമ്മൾ റിട്ടേൺ തിരിച്ചു കൊടുക്കേണ്ടതല്ല. ഊന്നുവടി, ഈ പ്രായമുള്ള ആളുകൾക്ക് ഊന്നുവടിക്ക് 10,000 രൂപ കിട്ടുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ല, അത് പൈസയായിട്ട് തന്നെ കിട്ടുന്നതാണ്. ആരോഗ്യ പരിരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് വലിയ രോഗം ഉണ്ടെങ്കിൽ 50,000 രൂപ വരെ കിട്ടുന്നുണ്ട്. പിന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യ അത് വേറെയാണ്. അതായത് ഒരു പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രവാസിയുടെ ബന്ധുക്കൾക്ക്, അതായത് കുടുംബത്തിന് 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്കീമുണ്ട്. നമ്മുടെ മാനൂരിൽ തന്നെ 1-2 ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, കരുമ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൊടുവള്ളി മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ 10-15 ആൾക്കാർക്കോളം ഞാൻ ശംസുദ്ദീനൊക്കെ ചേർന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് വിദേശത്ത് നാട്ടിലെത്തിയതിനു ശേഷം പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചടക്കേണ്ടാത്ത 1 ലക്ഷം രൂപ ബന്ധുക്കൾക്ക്, ഭാര്യയ്ക്കും കുട്ടികൾക്കും കിട്ടുന്ന പരിപാടിയാണ് ആ സംഭവം. വളരെ സോഫ്റ്റ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ, പാസ്പോർട്ട് ഒറിജിനൽ വേണം, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതില്ലെങ്കിൽ ഔട്ട് പാസിൽ തിരിച്ചു വന്നിട്ടാണെങ്കിൽ ഈ പണം കിട്ടൂല. മരണപ്പെട്ടതിന്റെ ഉടനെ തന്നെ അപേക്ഷിക്കണം. അതാ അതിന്റെ കണക്ക് പറയുന്നത്, 5 വർഷം വിദേശത്ത് ജോലി ചെയ്ത ഒരു പ്രവാസി തിരിച്ചു വന്ന് ഈ 5 വർഷത്തിന്റെ കാലാവധിയിൽ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഇതിന് അവകാശിയാണ്. ഒരാൾ 10 വർഷം അവിടെ ജോലി ചെയ്തു, അദ്ദേഹം തിരിച്ചു വന്ന് ഈ 10 വർഷത്തിനുള്ളിലാണ് മരണപ്പെടുന്നതെങ്കിൽ ആ കുടുംബത്തിന് 1 ലക്ഷം രൂപ നോർക്കയിൽ നിന്ന് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് പാസ്പോർട്ട് നിർബന്ധം നമ്മൾ പറഞ്ഞു, അക്കാമയുടെ കോപ്പി അല്ലെങ്കിൽ ID കാർഡ് ആണെങ്കിൽ അതിന്റെ കോപ്പി, റേഷൻ കാർഡ്, ആധാർ കാർഡ്, കുറച്ച് രേഖകളുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ടത് ലീഗൽ എയർഷിപ്പ്, അവകാശിയാണ് എന്ന് തെളിയിക്കുന്ന രേഖ, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാങ്ക് പാസ്ബുക്ക്. ഇത്തരം കാര്യങ്ങളാണ് രേഖ. ഈ രേഖകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് സ്കാൻ ചെയ്തിട്ട് ഈ നോർക്കയിൽ അയച്ചു കൊടുത്താൽ ഈ റിലേഷനിൽപ്പെട്ട ആൾ, ഒന്നുകിൽ ഭാര്യയായിരിക്കും അല്ലെ മകളായിരിക്കും അപേക്ഷകർ, അവരെ ഇവിടേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് ഒറിജിനൽ രേഖയായിട്ട് നോർക്കയിൽ പോകുന്നു. അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അന്ന് മുതൽ 6 മാസത്തിന്റെ ഇടയിൽ നമ്മൾക്ക് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആ മരിക്കപ്പെട്ട ആളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഒരുപാട് ആൾക്ക് വന്നിട്ടുണ്ട്. ഇനി ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ 6 മാസമാണ്. പിന്നെ അപേക്ഷകരെ കൂടുന്ന സമയത്ത് ചിലപ്പോൾ 1 മാസമൊക്കെ വൈകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം അങ്ങനെ വൈകിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെ പ്രവാസി ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പ്രവാസികളുടെ. അത് 2-3 തരത്തിൽ. ഒന്ന് സ്റ്റുഡൻസ് പ്രവാസി ID കാർഡ് ഉണ്ട്. അത് കേരളത്തിന്റെ പുറത്ത് ജോലിയോ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള കേരളത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ആരെങ്കിലും മക്കളുകൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രവാസി ID കാർഡ് കിട്ടുന്നുണ്ട്, സ്റ്റുഡന്റ് ID കാർഡ് എന്ന് നമ്മൾ പറയും. ഇനി വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർനാഷണൽ ID കാർഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. ജോലി ചെയ്യുന്നവർ, അതായത് റിട്ടേൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ID കാർഡ് കിട്ടൂല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവാസിയുടെ ഐഡന്റിറ്റി കാർഡ് കിട്ടുന്നതാണ്. ആ പ്രവാസി ഐഡന്റിറ്റി കാർഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ
അത് ആരോഗ്യ പരിരക്ഷയാണ്. 18 വയസ്സ് മുതൽ ഏകദേശം 55 വയസ്സ് വരെ ഇതിന് പരിഗണന കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത് 3 വർഷം കൂടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള പുതിയ ഉത്തരവ് അങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ അവിടെ പ്രവാസിയായിട്ട് വിദേശത്തുള്ള ആള് വിദേശത്തു നിന്ന് അപേക്ഷിക്കാൻ പറ്റും, നാട്ടിൽ നിന്നും അപേക്ഷിക്കാൻ പറ്റും. പാസ്പോർട്ടിന്റെ കോപ്പി അതാണ് വേണ്ടത്. ആ കോപ്പി അയച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ നമ്മൾ പറഞ്ഞ അക്കാമ പോലുള്ള 2 വർഷം തികയുന്ന വ്യക്തികൾക്ക് 2 വർഷം പൂർത്തിയാകണം. അത് വിസിറ്റ് വിസയിലല്ല, പെർമനന്റ് വിസയിൽ, സ്ഥിര വിസ എന്ന് പറയുന്നുണ്ട്. ആ വിസയിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ ID കാർഡ് നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റൽ അഡ്രസ് ആയിട്ട് വീട്ടിലേക്കാണ് എത്തുക. അതിന്റെ കാലാവധി 6 മാസത്തിന്റെ ഇടയിലാണ്. അതിൽ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, 3 വർഷം കാലാവധിയുണ്ട്. അതിൽ നമുക്ക് ചെലവുള്ളത് 372 രൂപ മാത്രമാണ്. നോർക്കയിലാണ് അപേക്ഷിക്കേണ്ടത്. അത് നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കാം, അങ്ങോട്ട് പോയിട്ട് കാര്യമല്ല, ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അത് അക്ഷയക്കാർക്ക് അറിയാം, പ്രവാസി സേവാ കേന്ദ്രം അറിയാം. അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഈ പരിപാടികൾ ചെയ്യുന്ന പല ബിസിനസ്സുകാരുണ്ട്, അവരോട് പറയാൻ വേണ്ടി പറ്റും. ഇനി മൊബൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അറിയില്ലെങ്കിൽ പിന്നെ അറിയെങ്കിൽ സാധനം തീർന്നാൽ നല്ലത്. അങ്ങനെ ഒരു ID കാർഡ് സംവിധാനമുണ്ട്. തിരിച്ചു വന്നാൽ ആ പ്രവാസി തിരിച്ചു വന്നാൽ പിന്നീട് ഈ ID കാർഡ് നമുക്ക് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് ക്യാൻസൽ ആണ്. വിദേശത്ത് വിസ ഉള്ള പ്രവാസികൾക്ക് മാത്രം കിട്ടുന്ന ആനുകൂല്യമാണ് പ്രവാസി ID കാർഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ മയ്യത്ത് ഉണ്ടല്ലോ, മരണപ്പെട്ട് കഴിഞ്ഞാലല്ലേ പിന്നെ കുറെ സങ്കീർണമായിരിക്കുന്ന വിഷയമുണ്ട്. പല ആളുകൾക്കും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ബോഡി എത്തിക്കുന്നതിന് സാമ്പത്തികപരമായിരിക്കുന്ന ബുദ്ധിമുട്ടും പ്രശ്നവും അനുഭവിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വടകരയുടെ ഒരു ഭാഗത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞ എൻ്റെ ഭർത്താവിന്റെ മൃതദേഹം എനിക്ക് വേണ്ട, കാര്യം ഞങ്ങൾക്ക് ചെലവഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞത് ഒരു വലിയ വിവാദമായിരുന്നു. പത്രത്തിലൊക്കെ റിപ്പോർട്ടായിട്ട് വന്നതാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് 1,25,000 രൂപ ഒരു മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി കോൺസുലേറ്റ് മുഖാന്തരം അവരുടെ റിലേറ്റീവ് കിട്ടുന്നുണ്ട്. അവിടെ ഇപ്പൊ സാമൂഹ്യ പ്രവർത്തകന്മാരാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ കൊണ്ടുവരാൻ വേണ്ടി 10,000 ദിർഹംസ് വേണം, 8,000 വേണം, 9,000 വേണം ഒക്കെ സാധാരണ പറയാറുണ്ട്, സാധാരണ കൊടുക്കാറുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മാനസിക രീതിക്കൊക്കെ വലിയ മാറ്റമുണ്ട്. എങ്ങനെയെങ്കിലും ബോഡി നാട്ടിലെത്തണം, അടക്കം ചെയ്യണം, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുന്നത്. എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ 1,25,000 രൂപ ഈ ബോഡി കൊണ്ട് ഓരോരോ കാര്യം കൃത്യമായി ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ട് എംപാം ചെയ്യാൻ, ആംബുലൻസിന് വേണ്ടി, ഈ പ്ലെയിൻ ടിക്കറ്റിന് വേണ്ടിയിട്ട്, പിന്നെ സർവീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കുളിപ്പിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും ഫോളോ ചെയ്യുന്ന ടാക്സി കാറിന് പോലും പൈസ കിട്ടുന്ന രീതിയിൽ ഓരോന്നും ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. നമുക്കറിയാം ഏകദേശം 36 ലക്ഷത്തോളം പ്രവാസികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് അവിടെ തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് UAE മരണങ്ങളാണ് കൂടുതൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു വർഷത്തിൽ 1000-ഓ 1000-ൽ കൂടുതലോ പ്രവാസികൾ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. നമ്മൾ അത് ഇന്ത്യക്കാരല്ല പറയുന്നത്, കേരളം മാത്രമല്ല, കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നതിനാൽ ഈ പറയപ്പെട്ടതിൽ നിന്ന് 50% ഏറെ നമ്മളാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവരുടെ പേരിൽ ഇത് മറ്റാരോ വാങ്ങിക്കൊണ്ടുപോകുന്നോ എന്നൊരു സംശയം ഇപ്പൊ പ്രബലമാണ്. ഇത് ഏറ്റവും കൂടുതൽ ദുബായിലാണ്. ദുബായ്, ബഹ്റൈൻ, ഖത്തർ ഇങ്ങനെ തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെ, സൗദി അറേബ്യയിൽ ഇപ്പൊ ഉണ്ട് എന്നുള്ള ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോ ഓരോരോ വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 10 കോടി 20 കോടി അത്രയും കോടി രൂപ കോൺസുലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ എംബസിയിൽ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. അവർ പണം കൊടുക്കുന്നുണ്ട്. എന്നാൽ റിലേറ്റീവിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട്, കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംശയ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ ഈ കോവിഡ് കാലം വല്ലാതെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. ഈ കോവിഡ് കാലത്ത് സർക്കാർ 30 കോടി രൂപയാണ് പ്രവാസികൾക്ക് ആനുകൂല്യമായിട്ട് പ്രഖ്യാപിച്ചത്. പലരും അത് അറിഞ്ഞിട്ടില്ല. അത് മരിച്ചവർ, കോവിഡ് ബാധിച്ച് മരിച്ച ആളുകൾ, അതിന് അവിടെയാണ് മരിക്കുന്നതെങ്കിൽ, അവിടെ വിദേശത്ത് മരിച്ച് അവിടെ അടക്കം ചെയ്തു ഇദ്ദേഹം കോവിഡ് ബാധിച്ച ആളാണെങ്കിൽ 10,000 രൂപ വെറുതെ സർക്കാരിന് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങി വന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, അതായത് കണക്ക് പ്രകാരം പറയുന്ന സമയത്ത് 20 ലക്ഷത്തോളം പ്രവാസികൾ കോവിഡ് കാലത്ത് വിദേശ രാജ്യത്ത് മടങ്ങി വന്നിട്ടുണ്ട്. അതിൽ 65% ഗൾഫ് രാജ്യത്താണ്. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അതിലേറ്റവും കൂടുതൽ വന്നത് UAE നിന്നാണ്. 8 ലക്ഷം പേര്. ഈ 8 ലക്ഷം പേര് തിരിച്ചു വരുന്ന സമയത്ത് അന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം, തിരിച്ചു വന്ന പ്രവാസികൾക്ക് അവരുടെ കയ്യിൽ രേഖാകാര്യങ്ങൾ, തിരിച്ചു രേഖ എന്ന് പറയുന്ന സമയത്ത് പാസ്പോർട്ടാണ്, പിന്നെ ടിക്കറ്റോടല്ല തിരിച്ചു വരാൻ വേണ്ടി പറ്റുക. അത്രയും ഉള്ള വ്യക്തികൾക്ക് 5,000 രൂപ വീതം സർക്കാർ അങ്ങനെ കൊടുത്തുകൊണ്ടേ നിന്നിട്ടുണ്ട്.
അത് കിട്ടിയത് വളരെ കുറവാണ്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വിവരങ്ങളൊക്കെ പരിശ്രദ്ധിച്ചിട്ടില്ല. അത് ഇതില് പാസ്പോർട്ട് ടിക്കറ്റ് കാര്യങ്ങൾ ഉള്ളവര് ഇതേ പ്രവാസിയാണ്, ഈ കാലത്താണ് തിരിച്ചു വന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 5000 രൂപ വീതം അങ്ങനെ സർക്കാർ നൽകിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ, നമ്മൾ പ്രവാസി പെൻഷൻ പറഞ്ഞു, പെൻഷൻ ഉള്ള ആള് കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 1000 രൂപ വീതം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് കോവിഡ് കാലത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ അതിൽ ഇപ്പോ തിരിച്ചു വന്നവർക്കുള്ള നോർക്ക ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഇൻഷുറൻസ് ആയിട്ട് നമ്മളിപ്പോ LIC ചേരുന്ന പോലെ ആരോഗ്യ ഇൻഷുറൻസ് പരിപാടികൾ ഇപ്പോ നോർക്കയുടെ കയ്യിൽ തന്നെ നേരിട്ട് എത്തിയിട്ടുണ്ട്. അത് കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ ചേർത്തുന്നതാണ്. ഗുരുതരമായ രോഗം വരുന്നവർക്ക് 1 ലക്ഷം രൂപയും, അപകട മരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയും, സ്ഥിര വൈകല്യം പോലെയുള്ള കാര്യങ്ങൾക്ക് 50,000 രൂപയും, ഈ കുറഞ്ഞത് 6 മാസം വിദേശത്തുള്ളവർക്ക് പോലും ലഭ്യമാകുന്ന തരത്തിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷുറൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എല്ലാവർക്കും ഇൻഷുറൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പ്രവാസിയാണെങ്കിൽ നോർക്കയിൽ ഇൻഷുർ ചെയ്താൽ അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ കിട്ടും. പിന്നെ നോർക്കയുടെ ഹെൽത്ത് ഒരു സംവിധാനമുണ്ട്, ഹെൽത്ത് ആക്സിഡന്റ് സ്കീം എന്ന് പറയുന്ന മറ്റൊരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അത് 5 ലക്ഷം രൂപയാണ് അതിന്റെ പരിരക്ഷ പറയുന്നത്. അപകട മരണം നടന്ന റിലേറ്റീവിന് 10 ലക്ഷം രൂപ കിട്ടുന്ന പരിപാടി. അത് കുടുംബത്തിന്റെ മൊത്തത്തിൽ 5 പേരെങ്കിലും അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡീഷണൽ ആയിട്ട് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അതും തമ്മിൽ, അതായത് സാധാരണ രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസും നോർക്കയുടെ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ നൽകുന്ന പണത്തിന് ഒരുപാട് കുറവുകളുണ്ട്, ഇളവുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചെറിയ സംഖ്യക്ക് വലിയ രീതിയിലുള്ള സ്കീമിലേക്ക് നമുക്ക് കയറാൻ പറ്റും എന്ന് ചുരുക്കം. പിന്നെ തൊഴിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വിദേശ രാജ്യത്ത് നിയമപരമായ രീതിയിൽ പ്രശ്നങ്ങൾ പ്രയാസത്തിലാണ് ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അവരുടേതല്ലാത്ത കാരണത്താൽ ജയിലിൽ കിടക്കുക, ഫൈൻ കൊടുക്കേണ്ടി വരിക, അത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കേണ്ട സ്ഥിതി വന്നാൽ അത് ചെയ്യേണ്ടി വരും. ഞാൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതാണ്, അങ്ങനത്തെ ഒരു സ്ഥിതി വന്നിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും. പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അക്കാമില്ലാതെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, എന്തെങ്കിലും അപകടം പറ്റിയാൽ ഒരു പക്ഷേ ഇയാൾ നമ്മുടെ സ്പോൺസർ കഫയിൽ തിരിഞ്ഞു നോക്കൂല, അപ്പൊ ആളെ കൊണ്ട് ജയിലിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയ നഷ്ടം നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ നഷ്ടം കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ലീഗലായ രീതിയിൽ നമുക്കത് മൂവ് ചെയ്യാനുള്ള ഒരു സംവിധാനം നോർക്കയുടെ കീഴിൽ ലീഗൽ ഹെയർ സെല്ല് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അത്തരം വിഷയം, പിന്നെ ഈ മയക്കുമരുന്ന് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കുടുങ്ങിയ സമയത്ത് അപരാധിയാണെങ്കിൽ പിന്നെ അവരുടെ രാജ്യത്തുള്ള നിയമത്തിനനുസരിച്ച് ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അത് നൂരാൻ വേണ്ടിയൊന്നും പറ്റില്ല. അതല്ലാത്ത രീതിയിൽ കുടുങ്ങി പോവുക, അല്ലെങ്കിൽ ആരും പറ്റിക്കപ്പെട്ടു പോവുക, അങ്ങനെ വരുന്ന സമയത്ത് ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് കേസ് വാദിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കാനും ഉള്ള സംവിധാനം നിലവിൽ ഇപ്പൊ നോർക്കയിലുണ്ട്. അപ്പൊ ഇനി സാമ്പത്തിക തട്ടിപ്പുകളെ നമ്മൾ പറ്റിച്ചു പോകുന്ന സമയത്ത് ആള് നാട്ടിലേക്ക് പോകുന്നു, ഇയാൾ അവിടെ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് വിസ കമ്പനി ക്യാൻസൽ ചെയ്തു, അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ പണം അവിടെ കൊടുങ്ങുന്നു, അല്ലെങ്കിൽ ഇവിടെ കൊടുങ്ങുന്നു, എവിടെ ഇല്ലാതാവുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ മലയാളികളായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിയമപരമായ രീതിയിൽ നീങ്ങാൻ എങ്ങനെയാണെന്ന് അറിയണല്ലോ. നിയമപരമായ രീതിയിൽ ഒരു കമ്പനി ഇപ്പൊ ശമ്പളം തന്നിട്ടില്ലെങ്കിൽ ആ കമ്പനിക്കെതിരെ നമ്മൾ നിയമപരമായിട്ട് നീങ്ങണമെങ്കിൽ നിയമത്തെ കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്കെതിരെ കമ്പനി നീക്കും. അതായത് അവരുടെ അക്കോമഡേഷൻ നമ്മളെ പുറത്താക്കും, ഭക്ഷണം കിട്ടാത്ത രീതി വരും, നമ്മളവിടെ ചാടിപ്പോയതാന്ന് പരാതി കൊടുക്കും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗൽ നിയമ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അയാളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. ആ സംവിധാനം ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കില്ല് ട്രെയിനിങ്, സംരംഭത്വ സഹായം, സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ എന്നൊക്കെ പറഞ്ഞ സംവിധാനം. നമുക്കൊരു തൊഴിലിനെ കുറിച്ച് അറിയില്ല, എന്നാൽ ആ തൊഴിൽ നമുക്ക് പഠിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു സ്കില്ല് ട്രെയിനിങ് സംവിധാനം നോർക്കയിലുണ്ട്. എനിക്ക് ഇന്ന തൊഴിൽ അറിയില്ല, പക്ഷെ തൊഴിലിനെ പറ്റി പഠിക്കണമെന്ന് പറയുന്ന സമയത്ത് അതിന് 3 മാസം കൂടുന്ന സമയത്ത് ഒരു പ്രാവശ്യം വിപുലമായ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി ഓരോരോ തൊഴിലിനും നമുക്ക് എങ്ങനെ നൈപുണ്യം നേടാം, അല്ലെങ്കിൽ ഒരു തൊഴിൽ നമുക്ക് എന്തൊക്കെ അറിയണം എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം നൽകുന്ന ഒരു സംവിധാനം നോർക്കയിലുണ്ട്. 3 മാസത്തിൽ ഒരു പ്രാവശ്യം, ചിലപ്പോൾ 2 മാസത്തിൽ ഒരു പ്രാവശ്യം ജില്ലാടിസ്ഥാനത്തിൽ അത് നടത്തും. സാധാരണ കോഴിക്കോട്ടൊക്കെ
കലക്ടർ ഓഫീസിന്റെ ആ ഒരു ചേംബർ ഓഫീസിന്റെ അവിടെ വെച്ചാണ് നടക്കുക. അപ്പൊ അതിൽ നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് ചോദിക്കാം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് തൊഴിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചുള്ള അറിവ്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി വിദേശത്താണ് പോകുന്നതെങ്കിൽ അങ്ങനെ. ഇനി നമ്മുടെ അടുത്ത് ഒരുപാട് പണമുണ്ട്, നമുക്കൊരു സ്ഥാപനം തുടങ്ങണം, പക്ഷെ നമുക്ക് അതിനെ കുറിച്ചുള്ള നോളേജ് ഇല്ല. എങ്ങനെ തൊഴിലാളികളെ വെക്കണം, തൊഴിലാളിക്ക് എത്ര ശമ്പളം കൊടുക്കണം, ഏത് രീതിയിൽ നീങ്ങണം, അതിനെക്കുറിച്ച് എല്ലാവരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരൂല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെങ്കിലും ഒരു ബിസിനസ്സുകാരെ സംസാരിച്ചിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ രഹസ്യം എന്താണ്, സാമ്പത്തികപരമായി വലിയ മുന്നേറ്റം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ പോലും അത് പറഞ്ഞു തരൂല. അങ്ങനത്തെ ഒരു വിഷയമാണ്. പക്ഷെ നമ്മൾക്ക് ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറണമല്ലോ, അതിനുള്ള വഴികൾ ഇവർ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ഇന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്, ഞാൻ എങ്ങനെ നീങ്ങണം, ഞാൻ എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ പണം ഡെപ്പോസിറ്റ് ചെയ്യണം, എങ്ങനെ വരുമാനം ഉണ്ടാവും, ഈ നഷ്ടങ്ങൾ, ഒരു ബിസിനസ്സിൽ നഷ്ടങ്ങൾ നമുക്ക് മുൻകൂട്ടി എങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഈ തരത്തിലുള്ള വിവരങ്ങൾക്ക് അവരോട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇപ്പൊ എംബസിയുടെ നമ്മൾ പറഞ്ഞു, കോൺസുലേറ്റും വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നമ്മൾക്ക് ഒരാളെ കുറിച്ച് അറിയാം, അയാളെ കാണുന്നില്ല, അങ്ങനത്തെ വിഷയം. വിദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഉറപ്പാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അയാളെ കാണില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിദേശകാര്യ വകുപ്പിന്റെ, അല്ലെ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങളെ അന്വേഷിക്കാനും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാനുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ആ റൂട്ടിലേക്ക് നീങ്ങാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ കേരളത്തിലെ പ്രവാസി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത്. അപ്പൊ പ്രവാസി, അതിന് മുൻപ് സെപ്പറേറ്റ് ആയിരുന്നു കേന്ദ്രത്തിൽ ഒരു പ്രവാസികാര്യ വകുപ്പുണ്ട്, എം ഹസനായിരുന്നു പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത്, രവി ഒരു പ്രാവശ്യം കൈകാര്യം ചെയ്തത്. അങ്ങനത്തെ പല രീതിയിലും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ത്രൂ കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നോർത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തപ്പെടുകയും ചെയ്യും, നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിലിടങ്ങളിലും സാമൂഹ്യ പാശ്ചാത്തലത്തിൽ ജീവിത മാർഗത്തിൽ എല്ലാം അവർ ഇടപെടുന്നുണ്ട്. അപ്പൊ അവർ ഇടപെടുന്നത് വെച്ചാൽ നമ്മൾക്ക് അനുകൂലമായ രീതിയിലാണ്. എനിക്കൊരു കാര്യത്തെ കുറിച്ച് സംശയമുണ്ടെന്ന് നോർക്കെ പകരനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇന്ന സമയത്ത് നിങ്ങൾ വന്നാൽ ഇന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും, അയാളായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വളരെ സോഫ്റ്റായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, മനസ്സിലാക്കുന്ന രീതിയിൽ അത് പറഞ്ഞു. ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലോ, കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ നമ്പർ തന്ന് ഇതിൽ ബന്ധപ്പെടാൻ വേണ്ടി പറയും. മുൻപത്തെ പോലെ അല്ല ഇപ്പോ. അപ്പൊ ഈ പ്രവാസി വിഷയം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യമൊക്കെ ഡെവലപ്പായത്, നമ്മുടെ നാട് ഡെവലപ്പായത്, സാമൂഹ്യ സ്ഥാപനങ്ങളൊക്കെ ഡെവലപ്പായത് എല്ലാം പ്രവാസികളാലാണ്. എന്നാൽ അവരുടെ ശിഷ്ടകാലം അവർക്ക് വലിയ പ്രയാസമാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീട്ടിലെ സ്ഥിതികളൊക്കെ പലർക്കും വല്ലാത്ത രീതിയിൽ പ്രയാസമാണ്, വേണ്ട രീതിയിൽ പരിഗണന കിട്ടാത്ത പ്രശ്നം. ഇത്തരം കേസുകൾ, ഇതൊക്കെ നിയമപരമായ രീതിയിൽ കേസുകളായിട്ട് പോലും കോടതിയിലെത്തുന്നതാണ്. എന്റെ ഭാര്യ എന്നെ പരിരക്ഷിക്കുന്നില്ല, കുട്ടികളെ പരിരക്ഷിക്കുന്നില്ല, നമ്മുടെ സമ്പാദ്യം മുഴുവനോ അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലായിരിക്കും വീടുണ്ടാവുക, സ്ഥലം ഉണ്ടാവുക, അല്ലെങ്കിൽ മക്കളുടെ പേരിലായിരിക്കും, മക്കള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഒരു രോഗം വരുന്ന സമയത്ത് പിതാവിനെ സഹായിക്കുന്നില്ല. ഇത്തരം കേസുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനൊക്കെ ഇപ്പോൾ കുറെ നിയമവ്യവസ്ഥകൾ ഉണ്ടായി. ഒരു നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, മക്കളെ പിതാവിനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ മക്കളുടെ സ്വത്തുക്കൾ പിതാവിലേക്ക് മടങ്ങുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം ഓൾറെഡി നടത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ മതി. അത് നിയമവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളിപ്പോ നമ്മുടെ വീടും പറമ്പും മകന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മകന്റെ സ്വഭാവ രീതികൾ മാറി. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾക്കത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ഭൂമിയും കൊടുത്ത സ്ഥലവും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് തന്നെ മടങ്ങുന്ന രീതിയിലുള്ള നിയമ സംവിധാനം നിലവിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, ഓരോ നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒഴിവാക്കരുത്. അതിന് അനുകൂലമായ രീതിയിലുള്ള എല്ലാ സഹായവും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്റെ സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ശംസുദ്ദീന്റെ സമ്പർക്കങ്ങൾ ഉണ്ടാവും. ആളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് അറിയിക്കുകയാണ്. നിർത്തട്ടോ. അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോരോ കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് സമയത്തിനൊക്കെ വേണ്ടി വരും. വളരെ ചുരുക്കിയിട്ടാണ് കാര്യം പറഞ്ഞത്. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.